ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാനിന്നൊരു സൺഡേ വ്ളോഗായിട്ടാണ് വന്നേക്കണത്. കുറച്ച് പാചകവും കുറച്ച് പുറത്തെ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയേക്കണത്. അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഒന്ന് കാണണേ. അപ്പോൾ നമ്മുടെ ബാൽക്കണിയിൽ നിന്നിട്ടുള്ള രാവിലത്തെ വിഷ്വലാണ് കേട്ടോ ഈ കാണുന്നത്. എന്ത് ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ഇങ്ങനെ ഫുള്ള് പച്ചപ്പൊക്കെയാണ് കേട്ടോ നമ്മുടെ ഫ്ലാറ്റിൻ്റെ ഒരു സൈഡിലായിട്ട്. പിന്നെ അതേ നമ്മുടെ കറിവേപ്പിൻ തൈ ഇവിടെ നിൽപ്പുണ്ട് കേട്ടോ, കുറച്ച് വലുതായിട്ടുണ്ട്. അതുപോലെ തന്നെ പുതിനയിൽ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുകയാണ്. എന്താണ് അതിൻ്റെ ഭാവമെന്ന് മനസ്സിലാവണില്ല. വളർന്നാൽ മതിയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് വേഗം തന്നെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയിലേക്ക് കടക്കാം. ഈ മിക്സിയൊക്കെ എടുത്തു വെച്ച് എന്താണ് പരിപാടി എന്നല്ലേ. നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് നീർദോശയാണ് കേട്ടോ. നീർദോശ നിങ്ങൾ ആരെങ്കിലും കഴിച്ചിട്ടുണ്ടോ? വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാം. ഇതുമാതിരി മിക്സിയുടെ ജാറിലേക്ക് അരിപ്പൊടി, തേങ്ങ ചിരകിയത്, ആവശ്യത്തിനുള്ള ഉപ്പ്, കുറച്ച് ചൂടുവെള്ളം, ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഇത് കണ്ട ഇങ്ങനെ പേസ്റ്റ് പോലെ വരും. എന്നിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കണം കേട്ടോ. ഇത്തിരി ലൂസായിട്ട് വേണം ഇതിൻ്റെ പരുവം. ഞാൻ ഇങ്ങനെയാണ് ഇത് ഉണ്ടാക്കണത്. ഇനിയിപ്പോൾ നിങ്ങൾ ഇത് ശരിയായ രീതി ഇത് വേറെ രീതിയിൽ ആരെങ്കിലും ഉണ്ടാക്കണവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. പക്ഷേ ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. ഇതിങ്ങനെ അതേ ചൂടായ പാനിലേക്ക് ഒരു തവി ഇങ്ങനെ ഒഴിച്ച് ഇങ്ങനെ ചുറ്റിച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഇത് കണ്ട കൊമ്പളം പോലെ വന്നത്. എന്നിട്ട് അതിങ്ങനെ മൂടി വെച്ച് ഇങ്ങനെ വേവിക്കണം. നല്ല അടിപൊളി നീർദോശ കിട്ടും. വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കാം. അങ്ങനെ ഇരുന്നപ്പോഴാണ് കേട്ടോ പഴംപൊരി തിന്നാൻ വല്ലാത്തൊരു കൊതി തോന്നിയത്. പിന്നെ ഒന്നും നോക്കിയില്ല, വേഗം തന്നെ അതിൻ്റെ മാവൊക്കെ റെഡിയാക്കി പഴംപൊരി ഉണ്ടാക്കി. അപ്പോൾ അതേ രാവിലെ തന്നെ എന്തിനാണ് പഴംപൊരി ഉണ്ടാക്കണതെന്നൊന്നും നിങ്ങൾ ചിന്തിക്കണ്ട. കൊതി വന്നു കഴിഞ്ഞാൽ എന്താ പറയുക, കൊച്ചു മക്കളൊന്നൊന്നുമില്ലല്ലോ, വലിയവർക്കായാലും ആ ആഗ്രഹം അങ്ങോട്ട് സാധിച്ചു കൊടുക്കണം അല്ലേ. അപ്പം ഞാൻ എൻ്റെ ആഗ്രഹം അങ്ങോട്ട് സാധിക്കുകയാണ്. അപ്പോൾ അതേ മാവൊക്കെ റെഡിയായി, പഴമൊക്കെ ഇവിടെ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവിടുത്തെ ഏത്തപ്പഴം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയൊക്കെയാണ്, വലിയ പഴുപ്പൊന്നുമില്ല. എങ്കിലും കൊതി മൂത്ത് കഴിഞ്ഞാൽ പഴുക്കാൻ വരെ കാത്തു നിൽക്കാനൊന്നും വയ്യ. അപ്പോൾ അതേ ഞാൻ അങ്ങനെ മാവിൽ മുക്കി അതൊക്കെ അതേ ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ ഇത് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് വറുത്ത് കോരാം. അപ്പോൾ അതേ നമ്മുടെ പഴംപൊരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല അടിപൊളി പഴംപൊരിയാണ്. കണ്ടിട്ട് നിങ്ങൾക്ക് കൊതിയായില്ലേ? എനിക്കെന്തായാലും കൊതിയാണ് കേട്ടോ ഇത്. അപ്പോൾ അതേ നമ്മുടെ ഒരു ഭാഗത്ത് പഴംപൊരി, ഒരു ഭാഗത്ത് നീർദോശ, ഒരു ഭാഗത്ത് ചായ, അതൊക്കെ ഇങ്ങനെ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. മെയിനായിട്ട് നീർദോശയ്ക്ക് തേങ്ങാപ്പാലാണ്, അതിൻ്റെ കൂടെ ചിക്കൻ കറിയും ഉണ്ട്. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാം. നിങ്ങളും കൂടുന്നുണ്ടോ ഞങ്ങളുടെ കൂടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട്? ഞങ്ങളെന്തായാലും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുകയാണ്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് വേണം ഒന്ന് പുറത്ത് പോകാനായിട്ട്. അപ്പോൾ എന്തിനാണെന്നില്ല, അതൊക്കെ ഞാൻ ഇനി വഴിയെ പറയാം കേട്ടോ. അപ്പോൾ അതേ വേഗം തന്നെ അതൊക്കെ കഴിച്ചു റെഡിയായി നമ്മൾ വണ്ടി കയറി അങ്ങനെ പോവുകയാണ്. എങ്ങടാന്ന് വെച്ചാലേ നമ്മൾ വോൾവോടെ ഒന്ന് ഷോറൂം വരെയും പോവാട്ടോ. നമ്മൾ വണ്ടി വാങ്ങിയ ഷോറൂമിലേക്കാണ് പോകുന്നത്. നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ തൊട്ടടുത്തൊരു വോൾവോടെ ഷോറൂം ഉണ്ട്, അവിടേക്കല്ല. നമ്മൾ വണ്ടി വാങ്ങിയത് കുറച്ച് ദൂരമുള്ളൊരു ഷോറൂമിൽ നിന്നാണ്, 1 മണിക്കൂർ ദൂരമുണ്ട്. അപ്പോൾ അങ്ങോട്ടാണ്ടോ പോണേ. ഒരു അത്യാവശ്യ കാര്യം ഉണ്ടായിരുന്നു അവിടെ പോകാനായിട്ട്. അപ്പോൾ പോകുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉള്ളുവഴികളിലൂടെ ആയതുകൊണ്ട് തന്നെ നല്ല അടിപൊളി വഴിയാണ്. നല്ല കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ പോവാം. ഹൈവേ കൂടി പോവാട്ടോ. പക്ഷേ എങ്കിലേ ഹൈവേ കൂടി പോയാൽ ഒരു കോപ്പും കാണാൻ പറ്റില്ല. ഇതാവുമ്പോൾ നല്ല രസമാണ്, നല്ല പച്ചപ്പും ഹരിതാപവും ഒക്കെ കണ്ട് ഇങ്ങനെ യാത്ര ചെയ്യാം. ഇതേ കണ്ടില്ലേ വീടുകളൊക്കെ എന്ത് രസമാണെന്ന് നോക്ക്. ഞാൻ ഇനി കൂടുതൽ വർണ്ണിക്കണമൊന്നുമില്ല കേട്ടോ. ഈ കാഴ്ചയൊക്കെ കണ്ട് പഴംപൊരി ഇതേ പാർസൽ എടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടാണ് നമ്മുടെ യാത്ര. അങ്ങനെ 1 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം നമ്മൾ വോൾവോടെ ഷോറൂമിൽ എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ എന്തിനാണ് വന്നതെന്ന് വെച്ചാൽ കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും ഞാനിതിൽ കാണിക്കണമെന്നില്ല. നമ്മളങ്ങനെ അതിൻ്റെ അകത്ത് കയറി കുറച്ച് നേരം അവിടെ സമയം കൊടുത്തായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും അവിടുത്തെ വീഡിയോ കാണിക്കണമെന്നില്ല. പിന്നെ കുറേ നേരം ഇരുന്നതേ ചായയൊക്കെ കുടിച്ചു. ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇവിടെ നല്ല ഗസ്റ്റിന് ഇവർ ഭയങ്കര രീതിയിലാണ് ട്രീറ്റ് ചെയ്യണതെന്ന്. കുറേ സ്നാക്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കഴിച്ചു, അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ നമ്മൾ നേരെ പോകുന്നത് തൊട്ടടുത്ത് തന്നെ ഒരു ഇന്ത്യൻ സൂപ്പർ മാർക്കറ്റ് ഉണ്ടായിരുന്നേ. അപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായി. അപ്പോൾ ഇത് കണ്ടപ്പോൾ അങ്ങനെ വേഗം വണ്ടി നിർത്തി. ഒരു കുഞ്ഞു സൂപ്പർ മാർക്കറ്റാണ് കേട്ടോ. നമ്മൾ ഇതിനു മുമ്പ് കയറിയിട്ടുള്ള നമ്മുടെ അപ്പാർട്ട്മെൻറ്റിൻ്റെ അടുത്തുള്ള സൂപ്പർ മാർക്കറ്റ് പോലെയൊന്നും അല്ല, ഇത് ചെറുതാണ്. അങ്ങനെ നമ്മൾ അതിൻ്റെ അകത്ത് കയറി. ചെറുതാണെങ്കിൽ അത്യാവശ്യം കുറച്ച് സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ അകത്ത്. ഇത് കണ്ടില്ലേ, നമ്മുടെ ഇന്ത്യൻ ഐറ്റംസുകളൊക്കെയാണ് ഇത്. ഒരുപാട് പാക്ക്ഡ് ഐറ്റംസുകളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മുടെ ബ്രാൻഡൊക്കെയാണ് ഇതിൽ കൂടുതലായിട്ട് കാണാൻ സാധിക്കുക. അങ്ങനെ ഞാൻ വെറുതെ ഒന്ന് ചുറ്റിക്കിറങ്ങി അവിടെ ഇങ്ങനെ വീഡിയോ എടുത്താണ്ട് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കാനുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ കൂടെ നിങ്ങളെയും ഈ ഇവിടുത്തെ കാഴ്ചയൊക്കെ ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. അങ്ങനെ വലിയ തിരക്കൊന്നുമില്ല കേട്ടോ ആ സൂപ്പർ മാർക്കറ്റിൽ.
പിന്നെ ഇതൊക്കെ കുറച്ച് പലചരക്ക് ഐറ്റംസുകളൊക്കെയാണ്. സവാള, ഉള്ളി, ഉരുളക്കിഴങ്ങ് അങ്ങനത്തെ സാധനങ്ങളൊക്കെയാണ് കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് കുറച്ച് സാധനമൊക്കെ വാങ്ങി അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ നേരെ ലഞ്ച് കഴിക്കണം കേട്ടോ. ഇപ്പോൾ സമയം ഒരുപാട് ലേറ്റായിട്ടുണ്ട്. അപ്പോൾ പോകുന്ന വഴിയിൽ കഴിക്കാമെന്ന് വിചാരിച്ചു. ഏതായാലും സൺഡേ അല്ലേ, പുറത്തൊക്കെ ഇറങ്ങിയതല്ലേ, അപ്പോൾ ലഞ്ചും കഴിക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ നമ്മൾ പോകുന്ന വഴിയിൽ ഇപ്പോൾ ഇതേ ഒരു മാഡിസൺ എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രീറ്റിലെത്തിയിട്ടുണ്ട്. അത്യാവശ്യം വലിയൊരു സ്ട്രീറ്റാണ് ഇത്. നല്ല ഭംഗിയുണ്ട് ഇത് കാണാനായിട്ട്. ഒരുപാട് നല്ല അടിപൊളി ബിൽഡിങ്ങുകളൊക്കെ ഉണ്ട്. ഈ റൈറ്റ് സൈഡിൽ കാണാണ്ട് അതൊരു ക്രിസ്ത്യൻ പള്ളിയാണ്. എന്ത് ഭംഗിയാണ് നോക്കി കാണാനായിട്ട്. ഇവിടുത്തെ ഓരോ ബിൽഡിങ്ങിൻ്റെയും ആ ഒരു എന്താ പറയുക സ്ട്രക്ചറൊക്കെ കണ്ടില്ലേ, എന്ത് രസത്തിലല്ലേ അതിങ്ങനെ. അതൊക്കെ കണ്ടു കഴിഞ്ഞാൽ എങ്ങനെ വീഡിയോ എടുക്കാതിരിക്കും. പിന്നെ മാത്രമല്ല കേട്ടോ, ഈ റോഡിൻ്റെ 2 സൈഡിലായിട്ട് ഫുള്ള് റെസ്റ്റോറൻറ്റുകളാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് തീരുമാനിച്ചു. ഈ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തേക്കണുണ്ട് ആ റെസ്റ്റോറൻറ്റിൽ വന്നേക്കണ ആളുകളുടെയൊക്കെയാണ്. നല്ല ഭംഗിയുണ്ടായിരുന്നു ഈ ഒരു സ്ട്രീറ്റ് കാണാനായിട്ട്. അപ്പോൾ ഈ മാഡ്സൺ എന്ന് പറഞ്ഞാൽ ഈ സ്ഥലത്ത് താമസിക്കുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ, ഈ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മുടെ ന്യൂജേഴ്സിയിൽ തന്നെ ഉള്ളൊരു സ്ഥലമാണ്. ഞാൻ ഇതിൻ്റെ പേര് ഞാൻ ദേ ഇവിടെ കൊടുക്കാം കേട്ടോ. കറക്റ്റ് ഞാൻ പറയണ പോലെ തന്നെയാണോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് എവിടെയെങ്കിലും വണ്ടിയൊക്കെ ഒതുക്കിയിട്ട് ഏതെങ്കിലും നല്ലൊരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിക്കണം, എന്നിട്ട് ഫുഡ് കഴിക്കണം. പിന്നെ ഒന്ന് വെറുതെ ഒന്ന് തേരാപാലം എവിടേക്ക് ഒന്ന് നടക്കണം. നല്ല അടിപൊളി സ്ട്രീറ്റാണല്ലോ. അങ്ങനെ നമ്മൾ ഒതുങ്ങിയൊരു സ്ഥലം നോക്കി കണ്ടുപിടിച്ചു. അങ്ങനെ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തതിന് ശേഷം ഇനിയിപ്പോൾ നമുക്ക് നടന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം കേട്ടോ. അപ്പോൾ നമ്മളിതേ സ്ട്രീറ്റിൽ കൂടി ഇങ്ങനെ നടക്കുകയാണ്, റെസ്റ്റോറൻറ്റുകളൊക്കെ തപ്പി. അപ്പോൾ ഇവിടെ മെയിനായിട്ട് കുറേ ചെടികളും പൂക്കളൊക്കെ കണ്ടായിരുന്നേ. ഇത് കണ്ടില്ലേ, ഇതൊരു മുള്ളുള്ള ചെടിയാണ് കേട്ടോ. പക്ഷെ അത് കാണാൻ നല്ല രസമുണ്ടല്ലേ. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഈ കാണുന്ന ഓരോ ഷോപ്പിൻ്റെയും ഫ്രണ്ടിലായിട്ട് ഇങ്ങനെ ചെടികളും പൂക്കളൊക്കെ ഉണ്ട്. എനിക്കിതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഞാൻ അപ്പോൾ വീഡിയോ എടുക്കും കേട്ടോ. പിന്നെ അതുപോലെ തന്നെ ഈ ലൈറ്റിൻ്റെയൊക്കെ ഓരോ പോസ്റ്റില്ലേ, അതുമൊക്കെ ഇങ്ങനെ ചെടികൾ തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഇങ്ങനെ ക്യാമറ പൊക്കി കൊണ്ടുപോയിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ഓരോരോ റെസ്റ്റോറൻറ്റുകൾ കണ്ടു. അപ്പോൾ ഏത് റെസ്റ്റോറൻറ്റിൽ കയറണമെന്ന് ആകെ ഒരു കൺഫ്യൂഷനാണ്. നമുക്ക് പറ്റിയൊരു ഫുഡായിരിക്കണ്ടേ. പിന്നെ മാത്രമല്ല നമ്മൾ ഇതിന് മുമ്പ് ഒരു ഇറ്റാലിയൻ റെസ്റ്റോറൻറ്റിൽ കയറി പണി കിട്ടിയതാണ്. അപ്പോൾ അതുകൊണ്ട് നോക്കിയും കണ്ടും വേണം കയറാനായിട്ട്. ഇത് കണ്ടില്ലേ, ഇത് ഫുള്ള് റോസാപ്പൂക്കളാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു പിങ്ക് കളറിലുള്ള റോസാപ്പൂക്കൾ. നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. ചിലതൊക്കെ ഇങ്ങനെ വാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. പക്ഷേ എങ്കിൽ നല്ല രസം കാണാൻ. അങ്ങനെ നമ്മളിതേ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണം. അപ്പോൾ ഈ സ്ട്രീറ്റിൽ ഇത് കണ്ടില്ലേ, ഈ പോകുന്ന ഈ ഫുട്പാത്തിലൊക്കെ നമുക്കിരുന്ന് കഴിക്കാനുള്ള അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ റെസ്റ്റോറൻറ്റുകാർ ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ടേബിളും ചെയറൊക്കെ ഇട്ടേക്കണണ്ട. അങ്ങനെ നമ്മളിപ്പോൾ ലാസ്റ്റ് ഇപ്പോൾ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടുപിടിച്ചു. ഇത് കണ്ടില്ലേ, ഇതൊരു ലെബനീസ് റെസ്റ്റോറൻ്റാണ് കേട്ടോ. അത്യാവശ്യം ഗ്രില്ല് ഐറ്റംസുകളൊക്കെ കിട്ടണ ഒരു റെസ്റ്റോറൻറ്റ്. അങ്ങനെ നമ്മൾ വേഗം തന്നെ അതിൻ്റെ അകത്ത് കയറി. അപ്പോൾ ഇതിൻ്റെ അകത്തും പുറത്തൊക്കെ ഇരുന്ന് കഴിക്കാം കേട്ടോ. അകത്ത് ഒരുപാട് അങ്ങനെ സീറ്റ് അറേഞ്ച്മെൻറ്റ്സ് ഒന്നും ഇല്ല, എങ്കിലും അത്യാവശ്യമുണ്ട്. കൂടുതലും പ്രായമായിട്ടുള്ള ആളുകളാണ് കേട്ടോ അവിടെ ഞാൻ കണ്ടത്. ഇത് കണ്ട ഐസ് വാട്ടർ, അതിൻ്റെ ഉള്ളിൽ ലെമൺ ഇട്ടേക്കണുണ്ട്. നല്ല രസമുണ്ടല്ലേ കാണാനായിട്ട്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അതിൻ്റെ ഫ്ലേവർ. പിന്നെ അവരുടേതായ ലെബനീസ് കുറേ ഫോട്ടോസുകളൊക്കെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫുഡുകളൊക്കെ ഓർഡർ ചെയ്തു കേട്ടോ. അപ്പം നമ്മൾക്ക് ഇന്ന് ഓർഡർ ചെയ്ത ഫുഡാണ് ഇതേ കാണുന്നത്. ഒന്ന് ഷവർമയുടെ പ്ലേറ്ററാണ് കേട്ടോ. പിന്നെ ഒന്ന് ഇത് ചിക്കൻ്റെ ഷവർമ പ്ലേറ്റർ എന്ന് പറഞ്ഞാൽ അതിൽ റൈസ് ഉണ്ടായിരുന്നു, ചിക്കൻ, ബീഫ്, വെജിറ്റബിൾസ് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഇങ്ങനെ ഒരു പ്ലേറ്ററായിട്ടാണ് കേട്ടോ അവർ തന്നേക്കണത്. ഒരു വെറൈറ്റി ഷവർമയിലേ നമ്മളൊക്കെ കണ്ടേക്കണ പോലത്തെ ഒരു പ്ലേറ്റ് അല്ല കേട്ടോ അത്. മൂന്നാമതായിട്ട് നമ്മൾ ഓർഡർ ചെയ്തത് ഒരു ബാർബിക്യൂ ആയിരുന്നു കേട്ടോ. അതായത് ഒരു പ്ലേറ്ററാണ്. അതായത് ചിക്കൻ, ബീഫ്, മട്ടൻ ഇത് മൂന്നും ഉണ്ടായിരുന്നു, റൈസും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ 3 ഐറ്റംസിലും റൈസ് ഉണ്ടായിരുന്നേ. അപ്പോൾ എന്തായാലും ഇന്നത്തെ ലഞ്ച് അടിപൊളിയായിരുന്നു. ലെബനീസ് ഫുഡ് നമ്മൾ ആദ്യമായിട്ട് കഴിച്ചു, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മളങ്ങനെ ഫുഡൊക്കെ കഴിച്ചു. അതിന് ശേഷം നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നേരം ഇവിടെയൊക്കെ ഒന്ന് കറങ്ങാമെന്ന് വിചാരിച്ചു. ഏതായാലും ഇവിടെ വന്നതല്ലേ, അപ്പോൾ ഒന്ന് തേരാപ്പാല നടക്കാമെന്ന് വിചാരിച്ചു. അതിന് ശേഷമുണ്ട് പിന്നെ നമ്മൾ അവിടെ നിന്ന് പോന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പോകുന്ന വഴിയിലെ കാഴ്ചകൾ ഞാൻ ജസ്റ്റ് കുറച്ചൊക്കെ കാണിക്കുന്നുണ്ട്. കാരണം എന്ന് വെച്ചാലേ നല്ല ഭംഗിയുണ്ടെന്നേ, ഇതൊക്കെ കാണിക്കാതിരിക്കാൻ വയ്യാട്ടോ. അപ്പോൾ എന്താണ് പറയുക, ഈ ന്യൂജേഴ്സി എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു സ്ഥലം തന്നെയാണ്. ഞാൻ ഈ നാട്ടിൽ വരുമ്പോൾ ഇത്രക്കൊന്നും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ന്യൂജേഴ്സി ഇത്രക്ക് ഭംഗി ഉണ്ടാവുമെന്ന് ഇവിടെ നാട്ടിൽ വന്നതിന് ശേഷമാണ് മനസ്സിലായത്. ഇത്രക്ക് പച്ചപ്പും ഹരിതാപമൊക്കെ ഉള്ളൊരു സ്ഥലമാണ് ഈ ന്യൂജേഴ്സി എന്നുള്ളത്. ഇനിയിപ്പോൾ മഞ്ഞും കാര്യങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെയെന്നൊന്നും പറയാൻ പറ്റൂല. ഇതൊക്കെ മാറുമെന്നാണ് തോന്നുന്നത്. ഈ പച്ചപ്പൊക്കെ കൊഴിഞ്ഞു പോകും. അപ്പോഴത്തെ കാഴ്ചകൾ എങ്ങനെയെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഇപ്പോഴത്തെ കാഴ്ചകൾ അടിപൊളിയാണ്. എനിക്ക് എത്രക്ക് എടുത്തിട്ടൊന്നും മതിയാവണില്ല കേട്ടോ. നമ്മൾ എല്ലാ വീഡിയോയിലും പോകുന്ന വഴിയിലെ കാഴ്ചകളൊക്കെ കാണിക്കാറുണ്ട്. എല്ലാം ഇതുമാതിരിയൊക്കെ തന്നെയാണ് ഇരിക്കണമെങ്കിലും നല്ല രസമുണ്ടല്ലേ.
ഏകദേശം നമ്മുടെ ഈ കേരളമൊക്കെ പോലെ തന്നെ ഇരിക്കണുണ്ടല്ലേ, ഫുള്ള് ഇങ്ങനെ പച്ചപ്പൊക്കെ ആയിട്ട്. ഈ അമേരിക്കയിൽ എനിക്ക് തോന്നണത് ഇതേമാതിരി പച്ചപ്പുള്ള സ്ഥലങ്ങൾ വേറെ ഉണ്ടെങ്കിൽ നിങ്ങൾ അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. നമ്മൾ പെൻസിൽവാനിയയിൽ പോയിട്ടുണ്ട്, അവിടെയും ഇതുമാതിരിയൊക്കെ പച്ചപ്പൊക്കെയാണ്. അതും എനിക്ക് ഇഷ്ടപ്പെട്ടൊരു സ്ഥലം തന്നെയാണ് കേട്ടോ. വേറെ ഏതെങ്കിലും സ്റ്റേറ്റുകൾ ഇതേമാതിരി പച്ചപ്പൊക്കെ ഉള്ളതൊക്കെ ഉള്ളവർ അറിയാവുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യുക. എന്തായാലും ന്യൂജേഴ്സി അടിപൊളി പ്ലേസ് തന്നെയാണ് കേട്ടോ. നമുക്ക് താമസിക്കാനും എല്ലാം കൊണ്ടും പറ്റിയ നല്ല ഒരു സ്ഥലം തന്നെയാണ്. ഇനിയിപ്പോൾ മഞ്ഞും കാര്യങ്ങളൊക്കെ വരുമ്പോൾ എങ്ങനെയെന്നൊന്നും പറയാൻ പറ്റൂല. അപ്പോൾ നമ്മൾ യാത്ര മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോകുന്ന വഴിയിൽ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് കുഞ്ഞു കുഞ്ഞു ടൗണുകളൊക്കെ കാണാം. ഒരുപാട് റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളും ഷോപ്പുകളും എല്ലാം ഉണ്ടാവും കേട്ടോ ഈ ടൗണിൽ. ഏത് ടൗണിൽ ചെന്നാലും നമ്മൾ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത് ഈ പാർക്കിംഗ് തന്നെയാണ് കേട്ടോ. പിന്നെ അതേ ഇത് കണ്ടില്ല, ഇതൊക്കെ ഓരോരോ വീടുകളാണ് ഈ റോഡ് സൈഡിൽ. ഇത് കണ്ടില്ല, ഇങ്ങനെ ഓരോന്നായിട്ടല്ലേ, മതിലുകളോ ഗേറ്റുകളോ ഒന്നുമില്ലാത്ത വീടുകളല്ലേ. എന്ത് രസമാണ് കാണാനായിട്ട് ഓരോന്നും. അതൊക്കെ നമ്മൾ എത്ര വീഡിയോ എടുത്താലും മതിയാവില്ല കേട്ടോ. അതുകൊണ്ടാണ് ഞാനിതൊക്കെ ഓരോന്നും എടുക്കണത്. പിന്നെ നമ്മൾ പോകുന്ന വഴിയിലാണ് ഈ മുസ്ലിം പള്ളി ഉള്ളത്. ഇതിൻ്റെ വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ രാത്രി കാഴ്ചയിലെ ലൈറ്റുകളൊക്കെ ഇട്ടപ്പോൾ നല്ല ഭംഗിയുണ്ടല്ലേ. അങ്ങനെ നമ്മളിപ്പോൾ അപ്പാർട്ട്മെൻറ്റിൽ എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുഞ്ഞൊരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഇനി പുതിയ അമേരിക്കൻ വിശേഷവുമായി വീഡിയോയുമായിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.